നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. മൈ ജോബ് ഈസ് ടു വിൻ ട്രോഫീസ്, നോട്ട് വ്യൂസ് ആൻഡ് ലൈക്സ്. എൻ്റെ ജോലി കിരീടം ചൂടലാണ്, അല്ലാതെ ലൈക്കും ഷെയറും നേടലല്ല. എങ്ങനെയുണ്ട് മാസ് ഡയലോഗല്ലേ? യെസ്, നമ്മുടെ അണ്ണൻ ജിജി ഗൗതം ഗംഭീർ രണ്ടാം ടെസ്റ്റിന് മുമ്പായിട്ട് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ മാസ് ഡയലോഗൊക്കെ അടിച്ച് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ പറയുന്നു. അതായത് മീഡിയാസിനെ രണ്ടാം ടെസ്റ്റിന് മുമ്പ് അദ്ദേഹം കാണുമ്പോൾ അറിയാലോ, ഇപ്പം കോച്ചിങ് സ്റ്റിൻറ്റുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന. മൈ ജോബ് ഈസ് ടു വിൻ ട്രോഫീസ്, നോട്ട് വ്യൂസ് ആൻഡ് ലൈക്സ്. വ്യൂസ് ലൈക്കും നേടലല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ടീമിന് വേണ്ടി കിരീടങ്ങൾ ചൂടലാണ്. അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് എൻ്റെ അഭിപ്രായവും. ഇപ്പോൾ WTCയിൽ റാങ്കിങ്ങിന് വലിയ പ്രാധാന്യം ഒന്നും ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. നമ്മൾ ഒരു ട്രാൻസിഷൻ പീരീഡിലൂടെ കടന്നു പോകുന്ന ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങനെ ഇരുന്ന് പ്രസ് ബോക്സിലൊക്കെ ഇരുന്ന് കമൻട്രി ബോക്സിലൊക്കെ ഇരുന്ന് അവർക്ക് തോന്നുന്നു പറയാം, അവർക്കറിയാം കാര്യം എന്താണ് എന്നുള്ളത്. അതുകൂടാതെ തീർച്ചയായിട്ടും ചില ബ്ലിപ്സ് ഉണ്ടാകും, ചില അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇംഗ്ലണ്ട് ടൂർ മുതൽ ഇങ്ങോട്ടെടുത്താൽ നമ്മൾ റീസണബിളി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ക്രിക്കറ്റ് തന്നെയാണ് കളിച്ചിട്ടുള്ളത്. നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്, ബോധ്യമുണ്ട്. വി ആർ ഹെഡിങ് ഇൻ ദി റൈറ്റ് ഡയറക്ഷൻ എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. അതായത് വിമർശനങ്ങളൊക്കെ അവിടെ നടന്നോട്ടെ, ഈ ടീം ഒരു ട്രാൻസിഷൻ പീരീഡിലൂടെ കടന്നു പോകുന്ന ടീമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ബ്ലിപ്സ്, ചില അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ സംഭവിക്കാം. പക്ഷേ കൃത്യമായ റൈറ്റ് ആയിട്ടുള്ള പാത്തിലൂടെ തന്നെയാണ് ടീം പോകുന്നത് എന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാലോ, ടീമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കേണ്ട സീനിയർ പേസർ ജസ്പ്രീത് ബുംറ പരിക്കും മറ്റു കാരണങ്ങളും ഒക്കെ ആയിട്ട് കളിച്ചിട്ടില്ല. അതുപോലെ തന്നെ സായ് സുദർശൻ, ഇങ്ങനെയുള്ള കുറേ താരങ്ങളൊന്നും കളിച്ചിട്ടില്ല. അതേസമയം കിട്ടിയ അവസരം ദേവദത്ത് പടിക്കൽ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. സ്പിന്നർ മനവ് സുതാർ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടീം കഴിഞ്ഞ കളി ഗംഭീരമായിട്ട് വിജയിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് കോച്ച് പറയുകയാണ്, നമ്മൾ റെഡ് ബോൾ ക്രിക്കറ്റിലെ ഡെപ്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. നമുക്കറിയാം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നമ്മുടെ ഡെപ്ത് എന്താണ് എന്നുള്ളത്. പക്ഷേ ഇപ്പം റെഡ് ബോൾ ക്രിക്കറ്റിൽ കൂടുതൽ ഡെപ്ത് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഡ്രസ്സിങ് റൂമിന് നല്ലതാണ്. നമുക്ക് ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു, ആളുകൾ കൂടുതൽ ബെറ്ററായിട്ട് നമ്മുടെ താരങ്ങൾ മാറുന്നു. ഇപ്പോൾ ദേവ് അദ്ദേഹത്തിൻ്റെ സമയത്തിനും അവസരത്തിനും വേണ്ടി ഒരുപാട് കാത്തിരുത്തു. എന്നിട്ടോ ആ കിട്ടിയ അവസരം അദ്ദേഹം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. മാനവിൻ്റെ കാര്യത്തിലോ അദ്ദേഹം ഒരു ക്രൂഷ്യൽ ടെസ്റ്റ് മാച്ചിൽ വന്ന് കൃത്യമായിട്ട് ഡെലിവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള താരങ്ങൾ അവർ ഇങ്ങനെ തന്നെ ഹാർഡ് വർക്കൊക്കെ ചെയ്ത് അവരുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്നുകൂടി നമ്മുടെ കോച്ച് പറയുന്നുണ്ട്. പിന്നെ ശ്രീലങ്ക സ്വാഭാവികമായിട്ടും ഈ പിച്ചിൽ അവരുടെ ബാറ്റിംഗ് കോമ്പിനേഷനിലൊക്കെ ഓൾട്രേഷൻ വരുത്താനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ബൗളേഴ്സിൻ്റെ സ്റ്റാമിന ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഈ ഒരു ടെസ്റ്റിലുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കോച്ച് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു ടെസ്റ്റിൽ 1000 റൺസ് അടിച്ചെന്ന് വെച്ചോ, അതുകൊണ്ട് നിങ്ങൾ ആ ടെസ്റ്റ് ജയിക്കുന്ന ഒരു ഗ്യാരണ്ടിയും ഇല്ല. അതേസമയം നിങ്ങളൊരു ടെസ്റ്റിൽ 20 വിക്കറ്റുകൾ എടുത്തു എന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ ടീം വിജയിക്കാനുള്ള പോസിബിലിറ്റി അവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് പിച്ചാണ് ഉള്ളതെങ്കിൽ ബൗളേഴ്സ് വിക്കറ്റുകൾ എടുക്കാൻ വേണ്ടി കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് 5 പ്രോപ്പർ ബൗളേഴ്സ് ഉണ്ട്, അതൊരു ലക്ഷറിയാണ് ആ അർത്ഥത്തിൽ. സോ നമുക്ക് 5 പ്രോപ്പർ ബൗളേഴ്സ് ഉണ്ട്, നമുക്ക് അതനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബൗളിംഗ് സ്പെല്ലുകളും മറ്റുമൊക്കെ നമ്മുടെ സീമേഴ്സിനെ കൊണ്ടുവരാം. അവരൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്താം. ദെൻ ഡിഫെൻസീവ്ലി അല്ല, അറ്റാക്കിംഗ്ലി തന്നെ നമുക്ക് അവരെ ഉപയോഗപ്പെടുത്താനൊക്കെ പറ്റും. അതാണ് നമ്മുടെ ടീമിൻ്റെ ഒരു ഗുണം എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. അപ്പോൾ കുൽദീപ് യാദവിന് വർക്ക് ലോഡ് അത്രയധികം അദ്ദേഹത്തിന് ഓവർ അലോക്കേഷനൊന്നും ലഭിക്കുന്നില്ലല്ലോ എന്ന ചോദ്യം ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ നോക്കുകയാണെങ്കിൽ മനവ് സുതാറാണ് ലീഡിങ് ആയിട്ടുള്ള റോളൊക്കെ വഹിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളെക്കുറിച്ച് കോച്ച് പറഞ്ഞത്, നമ്മൾ 5 പ്രോപ്പർ ബൗളേഴ്സിനെ വെച്ച് കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു ബൗളർക്ക്
ഓവറുകൾ കിട്ടുന്നത് കുറയാനുള്ള സാധ്യതയുണ്ട്. അത് അദ്ദേഹം നന്നായിട്ട് ബൗൾ ചെയ്യുന്നില്ല, അദ്ദേഹം ഡെലിവർ ചെയ്യുന്നില്ല എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. അത് ക്യാപ്റ്റൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ ഏത് താരമാണ് കൂടുതൽ ത്രെട്ടണിങ് എന്ന് തോന്നിയത് അയാൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അപ്പം കുൽദീപുമായിട്ടുള്ള എൻ്റെ കോൺവെർസേഷൻ ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ട്രൈ ആൻഡ് ബൗൾ അറ്റ് ഹിസ് ബെസ്റ്റ് റാദർ ദാൻ ലുക്കിംഗ് ഡെസ്പറേറ്റ് ടു ടേക്ക് വിക്കറ്റ്സ്. വിക്കറ്റ് എടുക്കാൻ വേണ്ടി ഡെസ്പറേറ്റ് ആയിട്ട് ശ്രമിക്കണ്ട, നിങ്ങൾ നല്ല രൂപത്തിൽ പന്തെറിയുക, മുന്നോട്ട് പോവുക. ഞാൻ അദ്ദേഹത്തിന് ആ രൂപത്തിലുള്ള ഒരു നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത് എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ടെസ്റ്റ് സീരീസുകളേക്കാൾ മിനിമം 3 ടെസ്റ്റ് മത്സരങ്ങളെങ്കിലും ഉള്ള സീരീസാണ് തനിക്കിഷ്ടമെന്ന് അദ്ദേഹം പറയുന്നത്. ഐഡിയലി ഐ വുഡ് വാണ്ട് എ 3 ടെസ്റ്റ് സീരീസ്, കാരണം 3 മാച്ച് ടെസ്റ്റ് സീരീസ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും ഇപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് തോൽക്കുന്ന ഒരു ടീം, ആ ടീമിന് തിരികെ വന്ന് സീരീസ് വിജയിക്കാനുള്ളൊരു അവസരം കൂടി കൊടുക്കണം. ഇപ്പോൾ 2 മാച്ച് സീരീസ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗെയിം തോറ്റു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ഡ്രോ ആക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം 3 മാച്ച് ടെസ്റ്റ് സീരീസാണ് എന്നുകൂടി കോച്ച് പറയുന്നത്. ഏതായാലും ഗംഭീരമായിട്ടുള്ള വിജയം ആദ്യ മത്സരത്തിൽ നമ്മൾ നേടിയിട്ടുണ്ട്. WTCയിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒക്കെ തന്നെയാണ്. പക്ഷേ കോച്ച് ഇപ്പോൾ പറയുന്നത് WTCയിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതൊന്നും ഇപ്പോൾ നോക്കുന്നില്ല, അടുത്ത കളി ജയിക്കുക അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് വേണ്ടത്. ഗെയിം ബൈ ഗെയിം ആയിട്ട് എടുക്കുക, അടുത്ത കളി ജയിക്കുക, അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ. നാളത്തെ മത്സരത്തിന് ടീം സജ്ജമാണ് എന്ന് തന്നെ ഗൗതം ഗംഭീർ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.